നമ്പർ വൺ. സൗദിയിലെ നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലം കണ്ടാലോ. അതായത് ഒരുപാട് വർഷങ്ങൾ മുമ്പ്, ഒരുപാട് വർഷങ്ങൾ എന്ന് വെച്ചാൽ നല്ല പഴക്കമുണ്ട്. അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെയുള്ള ആൾക്കാർ താമസിച്ച സ്ഥലങ്ങൾ ഇവരതുപോലെ തന്നെ നിലനിർത്തിയിട്ട് ആ ആ, അവിടെ ലൈറ്റെല്ലാം കത്തിച്ച് ഒരു സെറ്റപ്പെല്ലാം ആക്കി പഴയ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതൊരു എന്താ പറയുക, അതൊരു പാർക്ക് പോലെ ആക്കിയിട്ടുണ്ട്. അവിടെ ഒരുപാട് കച്ചവടങ്ങളുണ്ട്, തേന് വിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള കുറേ സാധനങ്ങൾ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗെയിമെല്ലാം കളിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അത് ഗെയിം കളിക്കുന്നത് ഇപ്പം അല്ല, അത് റമദാൻ മാസം ആയതുകൊണ്ട് ക്ലോസ്ഡ് ആണ്. പക്ഷേ അതെല്ലാം അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. അല്ലാത്ത ദിവസങ്ങളിൽ പോയാൽ നമുക്ക് ഗെയിമെല്ലാം കളിക്കാൻ പറ്റും. നിങ്ങൾ മുകളിലേക്ക് നോക്കിയാൽ കണ്ടില്ല, ആ മേൽക്കൂരയെല്ലാം പണ്ട് മരങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ്. അതേപോലെ തന്നെ കുറച്ച് ലൈറ്റൊക്കെ വെച്ച് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്നേ ഉള്ളൂ. ഈ ഇത് കണ്ടോ, ഇതൊരു വസ്ത്രങ്ങൾ വിൽക്കുന്ന ഒരു സൂക്കാണ്. സൂക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്പർ വൺ. ചന്ത പോലത്തെ ഒരിത്. ഇവിടെ ഇവർ തേനെല്ലാം നമുക്ക് സാമ്പിളെല്ലാം നോക്കാൻ തരും. അങ്ങനെ അവൻ്റെ കയ്യിൽ നിന്ന് സാമ്പിൾ എൻ്റെ വാങ്ങിക്കഴിച്ച് ഞാൻ അപ്പുറത്തേക്ക് പോയി. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ഒറിജിനലാന്ന് തോന്നുന്നു. ഇതാണ്ട് ഇവർ പണ്ട് ഉപയോഗിച്ച് പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള കുറേ സാധനങ്ങൾ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ പറ്റും. തൊപ്പി കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ ഫ്രൈ പാനെല്ലാം കണ്ടില്ലേ, ഇതൊരു ജഗ്, ഫ്രൈ പാൻ, ഇതെല്ലാം ഒരു അങ്ങനത്തെ സ്റ്റീല് അങ്ങനത്തെ മെറ്റീരിയൽ അല്ല കേട്ടോ. അതൊരു കല്ലിൻ്റെയൊക്കെ ഒരു ഷേപ്പ് വരുന്ന വേറെന്തോ ഒരു മെറ്റീരിയലാണ്. പണ്ട് ഇവർ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇപ്പോഴും ഇവർ വലിയ കല്യാണത്തിനൊക്കെ ഈ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. രാത്രി പകലാക്കുക എന്ന് പറയില്ലേ, അതാണ് ശരിക്കും പറഞ്ഞ പ്രവാസ ലോകത്തെ കാഴ്ചകൾ. ശരിക്കും ഇവർ രാത്രിയാണല്ലോ ഓണാകുന്നത്, പകലെല്ലാവരും കടന്നുറക്കമായിരിക്കും. ആ സമയത്താണ് ഞാനൊരു വണ്ടി കണ്ടത്. പണ്ട് ഇവർ പോലീസുകാർ ഉപയോഗിച്ചിരുന്ന ഒരു വാഹനമാണിത്. ഇതിപ്പോൾ വെറുതെ ഒരു ഷോക്ക് വെച്ചതാണ്. ഷവർലെറ്റിൻ്റെ വണ്ടിയാണ് കേട്ടോ. ഷവർലെറ്റിൻ്റെ പഴയ പോലീസ് വാഹനമാണ്. കാണാൻ നല്ല, നമ്മൾ പണ്ട് ഇംഗ്ലീഷ് സിനിമയിലെല്ലാം കണ്ടിട്ടുണ്ടാവും, പോലീസ് ചേസ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ വണ്ടികൾ ഉപയോഗിച്ച് ചെയ്യുന്നത്. അത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. അതാണ് ഞാൻ അതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്തത്. ഷവർലെറ്റിൻ്റെയാണ്. ഇത് കണ്ടോ, നിങ്ങൾ എഴുതിയത് കാണാൻ പറ്റും. നമ്പറൊന്നുമില്ല, നമ്പറെല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളിൽ ഉള്ള വലിയ സാധനങ്ങളൊന്നും കാണാനില്ല. ജസ്റ്റ് ആ ബോഡി മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇപ്പോഴും ആ പെയിൻറ്റും ആ ബോഡിയെല്ലാം കണ്ടോ അങ്ങനെ നിൽക്കുന്നുണ്ടോ. ഈ ഷവർലെറ്റിൻ്റെ വണ്ടി ഇവിടെ നല്ല ഉണ്ട്. ഇവിടെ ഇപ്പോഴും ഷവർലെറ്റിൻ്റെ വണ്ടി ഒരുപാടുണ്ട് കേട്ടോ. ഇത് ആ മതിലെല്ലാം കല്ലെല്ലാം വെച്ച് ജസ്റ്റ് തേച്ചിട്ടൊന്നുമില്ല, വെറുതെ അങ്ങനെ തന്നെ വെച്ചിട്ടേ ഉള്ളൂ. ഇതാണ്ടോ ആ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്നവർ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ എപ്പോഴും ഒരു തള്ളിയിട്ടൊരു ആ സാധനം സൈഡിൽ കണ്ടില്ലേ, അത് ഇവരൊരു പ്രധാനപ്പെട്ട ഒരു ഡിസൈനാണ്. ഇവിടെ പഴയ എല്ലാ വീടുകളിലും അതുണ്ട്.